അധ്യായം 9. സുവിശേഷം നിമിത്തമുള്ള കഷ്ടം. വിതച്ചു കൊയ്തെടുത്ത കറ്റകളായി അവൻ്റെ മുമ്പിൽ നിൽക്കുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വവും അതുതന്നെയാണ്. പ്രിയ സ്നേഹിത, സുവിശേഷത്തിനു വേണ്ടി പോരാടി ആത്മാക്കളാകുന്ന കറ്റകളുമായി അവൻ്റെ മുന്നിൽ നിൽക്കുവാൻ നീ തയ്യാറാകുമോ? ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ 2ാമത്തെ പ്രമാണമായ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും എന്ന വിഷയത്തെക്കുറിച്ചാണ് തുടർമാനമായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസി 10 വിഷയങ്ങളിൽ കഷ്ടത സഹിക്കുന്നതിനാൽ ദുഃഖിക്കേണ്ടി വരുമെന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നു. ആ 10 കാര്യങ്ങളെക്കുറിച്ച് മുൻപ് സൂചിപ്പിച്ചിരുന്നു. അതിൽ വിശ്വാസത്തിൻ്റെ പരിശോധനയാൽ ഉളവാകുന്ന കഷ്ടം, ക്രിസ്തുവിൻ്റെ നാമം ധരിക്കുന്നതിനാൽ ഉണ്ടാകുന്ന കഷ്ടം എന്നിവയെക്കുറിച്ച് വിശകലനം ചെയ്തു കഴിഞ്ഞു. തുടർന്ന് സുവിശേഷത്തിനു വേണ്ടി കഷ്ടം സഹിക്കുകയും തന്നിമിത്തം ഉണ്ടാകുന്ന ദുഃഖത്തിൽ ആശ്വാസം പ്രാപിക്കുകയെന്നതിനെക്കുറിച്ചും ചിന്തിക്കാം. ഈ വിഷയത്തെക്കുറിച്ച് അല്പമായി മുൻപ് സൂചിപ്പിച്ചുവല്ലോ. സുവിശേഷ ഘോഷണം ഒരു പോരാട്ടമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. അങ്ങനെയുള്ള പോരാട്ടങ്ങൾ പല വിധത്തിലുണ്ട്. 1. കഷ്ടങ്ങളാലുള്ള പോരാട്ടം. എബ്രായ ലേഖനം 10-ാം അധ്യായം 32-33 വാക്യങ്ങൾ. 2. വിശ്വാസത്തിനായുള്ള പോരാട്ടം. യൂദായുടെ ലേഖനം 3-ാം വാക്യം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം. 3. പിശാചിനോടുള്ള പോരാട്ടം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 11-12 വാക്യങ്ങൾ. 4. പാപത്തോടുള്ള പോരാട്ടം. എബ്രായ ലേഖനം 12-ാം അധ്യായം 4-ാം വാക്യം. റോമാലേഖനം 6-ാം അധ്യായം 12-13 വാക്യം. 5. ക്രിസ്തീയ ശുശ്രൂഷയിൽ ഉള്ള പോരാട്ടം. കൊലോസി ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 6. പ്രാർത്ഥനയിൽ ഉള്ള പോരാട്ടം. റോമാലേഖനം 15-ാം അധ്യായം 31-ാം വാക്യം. സുവിശേഷ ഘോഷണത്തിനായുള്ള പോരാട്ടത്തിൽ മേൽപ്പറഞ്ഞവയെല്ലാം നാം അഭിമുഖീകരിക്കേണ്ടതാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്യർക്ക് ഇപ്രകാരം എഴുതി: സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. സുവിശേഷ ഘോഷണത്തിൽ നേരിടേണ്ടി വന്ന പോരാട്ടങ്ങളിൽ വിജയിച്ചതിനാലാണ് താൻ ജീവാന്ത്യത്തിൽ ഞാൻ നല്ല പോർ പൊരുതി എന്ന് പറഞ്ഞ് രക്തസാക്ഷിത്വം വരിച്ചത്. അതിനുവേണ്ടി തനിക്ക് ജീവനെ കൊടുക്കേണ്ടി വന്നു. കർത്താവിൻ്റെ സന്ദർശനം ദമസ്കോസിൽ വെച്ച് പൗലോസിന് ഉണ്ടായതിനു ശേഷം സുവിശേഷ പോർക്കളത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ സൈന്യത്തോട് ചേരുകയും വാടാത്ത കിരീടം പ്രാപിക്കുന്നിടം വരെയും പൊരുതുകയും ചെയ്തു. പാട്ടുകാരൻ ഇങ്ങനെ പാടിയിരിക്കുന്നു: എൻ ക്രിസ്തൻ യോദ്ധാവാകുവാൻ ചേർന്നേൻ തൻ സൈന്യത്തിൽ, തൻ ദിവ്യവിളി കേട്ടു ഞാൻ എൻ ദൈവാത്മശക്തിയിൽ. നല്ല പോർ പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ, വാടാ കിരീടം പ്രാപിപ്പാൻ തൻ നിത്യരാജ്യത്തിൽ. പൗലോസിൻ്റെ ജീവിതത്തിൽ മേൽ എഴുതിയ വരികൾ തികച്ചും അന്വർത്ഥമാണ്. സുവിശേഷ ഘോഷണത്തിൽ ഏർപ്പെടുന്നവർക്ക് അതിൽ വിജയം വരിക്കുവാനല്ലാതെ ഭൗതികമായ യാതൊരു വിടുതലും ദൈവം വാഗ്ദത്തം ചെയ്തതായി കാണുന്നില്ല. പൗലോസ് ദമസ്കോസിലാണ് തൻ്റെ സുവിശേഷവേല തുടങ്ങിയത്. അവിടെ ഉണ്ടായിരുന്ന യഹൂദർ തന്നെ കൊല്ലുവാൻ ആലോചിച്ചു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 24-ാം വാക്യം. ശൗൽ അവരുടെ കൂട്ടുകെട്ട് അറിഞ്ഞു. അവനെ കൊല്ലുവാൻ അവർ രാവും പകലും നഗരഗോപുരങ്ങളിൽ കാവൽ വച്ചു. അവരിൽ നിന്ന് രക്ഷപ്പെടുവാൻ യാതൊരു അത്ഭുതമാർഗവും ദൈവം അവനു വേണ്ടി നിർദ്ദേശിച്ചില്ല. പൗലോസിൻ്റെ സ്നേഹിതന്മാർ രാത്രിയിൽ അവനെ ഒരു കുട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കിവിട്ടു. സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭം മുതൽ ശത്രുക്കൾ തന്നെ വധിക്കുമെന്നുള്ള ഭീഷണി ഉയർത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ രക്ഷപ്പെടുവാൻ
സ്വാഭാവിക മാർഗങ്ങളല്ലാതെ മറ്റൊന്നും പൗലോസിനു വേണ്ടി ചെയ്തില്ല. സുവിശേഷ ഘോഷണത്തിനായി വന്നപ്പോൾ യഹൂദർ അവനെ കണ്ടിട്ട് പുരുഷാരത്തെ ഒക്കെയും ഇളക്കി അവനെ പിടിച്ചു. നഗരമെല്ലാം ഇളക്കി, ജനമെല്ലാം ഓടിക്കൂടി പൗലോസിനെ പിടിച്ച് ദേവാലയത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി. ഉടനെ വാതിലുകൾ അടച്ചുകളഞ്ഞു. അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യെരൂശലേം ഒക്കെയും കലക്കത്തിൽ ആയി എന്ന് പട്ടാളത്തിൻ്റെ സഹസ്രാധിപന് വർത്തമാനം എത്തി. അവൻ ക്ഷണത്തിൽ പടയാളികളെയും സഹസ്രാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ നേരെ പാഞ്ഞുവന്നു. അവർ സഹസ്രാധിപന്മാരെയും പടയാളികളെയും കണ്ടപ്പോൾ പൗലോസിനെ അടിക്കുന്നത് നിർത്തി. ജനസമൂഹവും അവനെ കൊന്നുകളക എന്ന് ആർത്തുകൊണ്ട് പിൻചെല്ലുകയാൽ പടയാളികൾക്ക് അവനെ എടുക്കേണ്ടി വന്നു. എന്നാൽ ഈ പ്രതികൂല സന്ദർഭം സുവിശേഷ ഘോഷണത്തിന് പൗലോസ് ഉപയോഗിക്കുന്നതായി നാം കാണുന്നു. പടിക്കെട്ടിന്മേൽ നിന്നുകൊണ്ട് ജനത്തോട് ആംഗ്യം കാട്ടി എബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞതാവിത്: സഹോദരന്മാരും പിതാക്കന്മാരും ആയുള്ളോരെ, എനിക്ക് ഇന്ന് നിങ്ങളോടുള്ള പ്രതിവാദം കേട്ടുകൊള്ളുവിൻ എന്നു പറഞ്ഞ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പുനരുത്ഥാനത്തിൻ്റെ സുവിശേഷം ജനസമൂഹത്തോട് പറയുവാൻ താൻ ധൈര്യം കാണിച്ചു. പിന്നീട് പൗലോസിനെ ന്യായാധിപ സംഘത്തിന് മുന്നിൽ നിർത്തി അവരോടും സുവിശേഷം പറയുവാൻ താൻ മറന്നില്ല. അവർ പൗലോസിനെ ചീന്തിക്കളയുമെന്ന് സഹസ്രാധിപൻ ഭയന്ന് അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്ക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷിച്ചതുപോലെ റോമയിലും സാക്ഷിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. തുടർന്ന് ഫെലിക്സിൻ്റെ കോടതിയിലും തന്നെ ഹാജരാക്കി. ആ സന്ദർഭം ഫെലിക്സിനോട് സുവിശേഷം പറയുവാനായി ഉപയോഗപ്പെടുത്തി. നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് പൗലോസ് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി. അടുത്തത് ഫെസ്തോസിൻ്റെ കോടതിയായിരുന്നു. അവിടെയും തന്നെ വിസ്തരിച്ചു. ഈ സാഹചര്യത്തിലും സുവിശേഷം പറയുവാൻ താൻ ഉത്സുകനായിരുന്നു. പിന്നത്തേത് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിലുള്ള വിസ്താരമായിരുന്നു. പൗലോസ് ഇപ്രകാരം അദ്ദേഹത്തോട് പറഞ്ഞു: നീ മാത്രമല്ല, ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും അല്പം കൊണ്ടും അധികം കൊണ്ടുമാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെപ്പോലെയാകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടിട്ടും മേൽപ്പറഞ്ഞ കോടതികൾ ഒന്നും തന്നെ വെറുതെ വിട്ടില്ല. എന്നാൽ അവരെല്ലാം സുവിശേഷം കേൾക്കുവാൻ ഈ സന്ദർഭങ്ങൾ എല്ലാം കാരണമായി ഭവിച്ചു. തുടർന്ന് കൈസറെ അഭയം ചൊല്ലുകയാൽ റോമിലേക്ക് പോകുവാൻ തടവുകാരനായി കപ്പലിൽ യാത്ര ചെയ്തു. തന്നോടുകൂടെ യാത്ര ചെയ്ത തടവുകാരും സുവിശേഷം കേൾക്കുവാൻ ആ സന്ദർഭം താൻ ഉപയോഗിച്ചു. കപ്പൽ ഛേദം വന്നതിനാൽ മറ്റ് തടവുകാരോടൊപ്പം താനും രക്ഷപ്പെടുവാനും മെഡിറ്ററേനിയൻ കടലിൽ ഒരു പലകമേൽ പിടിച്ചു കിടന്ന് നീന്തി അക്കരയെത്തുവാനും ഇടയായി. ഈ സന്ദർഭത്തിലും തനിക്ക് രക്ഷപ്പെടുവാൻ ദൈവം ഒരു പലക കഷണമല്ലാതെ മറ്റൊന്നും നൽകിയില്ല. അവർ രക്ഷപ്പെട്ടെത്തിയ ദ്വീപിൻ്റെ പേര് മെലീത്ത എന്നായിരുന്നു. മെലീത്തയിൽ എല്ലാവരും തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടു. ആ സമയം ഒരു അണലി തൻ്റെ കൈക്ക് കടിച്ചു തൂങ്ങി. ഇത് കണ്ടിട്ട് ശേഷം മനുഷ്യർ അവനെ ഒരു കൊലപാതകൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. എന്നാൽ നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും തനിക്ക് ഒന്നും ഭവിക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ കൂടെയുണ്ടായിരുന്നവർ അത്ഭുതപ്പെട്ടു. ആ ദ്വീപ് പ്രമാണിയുടെ അപ്പനെയും മറ്റ് ദീനക്കാരെയും പൗലോസ് സൗഖ്യമാക്കി. അങ്ങനെ തനിക്കുണ്ടായ സർപ്പദംശനം മൂലം ആ ദ്വീപിനെയും സുവിശേഷത്താൽ ബന്ധിപ്പിക്കുവാൻ പൗലോസിനായി. റോമിൽ ചെന്നതിന് ശേഷവും അനേകരെ കർത്താവിങ്കിലേക്ക് നടത്തി. റോമൻ കാരാഗ്രഹത്തിലിരുന്ന് തനിക്ക് ഭവിച്ചതിനെക്കുറിച്ച് ഫിലിപ്പിയർക്ക് ലേഖനമെഴുതുമ്പോൾ പൗലോസ് പറയുന്നു: എനിക്ക് ഭവിച്ചതൊക്കെയും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി. ഫിലിപ്പി ലേഖനം 1:12 സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിനായി ഇത്രമാത്രം പോരാട്ടം കഴിച്ച വേറൊരു വ്യക്തിയെ നമുക്ക് കണ്ടുകിട്ടുകയില്ല. സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ
ഗലാത്തിയിൽ കൂടി കടന്നുപോയപ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നുവെന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. ബർബരന്മാർ മാത്രം താമസിച്ചിരുന്ന ഗലാത്യ ദേശത്തുകൂടി കടന്നു പോകുന്നതല്ലാതെ അവരോട് സുവിശേഷം പറഞ്ഞിരുന്നില്ല. എന്നാൽ ദൈവം പൗലോസിന് ശരീരസംബന്ധമായ പ്രയാസങ്ങൾ വരുത്തി. വഴിയിൽ അർത്ഥപ്രാണനായി താൻ കിടക്കുമ്പോൾ അതുവഴി വന്ന ബർബരന്മാർ തന്നോട് കരുണ കാണിച്ച് ഒരു ദൈവദൂതനെ പോലെ കൈക്കൊണ്ടു. അതിനെക്കുറിച്ച് പൗലോസ് ഇങ്ങനെ പറയുന്നു: എൻ്റെ ശരീരസംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുവേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അപ്രകാരം ഗലാത്യരോട് സുവിശേഷം അറിയിച്ചതിനാൽ പുതിയ നിയമസഭയ്ക്ക് ഗലാത്യ ലേഖനം ലഭിക്കുവാനിടയായി. സുവിശേഷ ഘോഷണത്തിൽ തനിക്കുണ്ടായ കഷ്ടത മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവയ്ക്കാനുള്ള അവസരമാക്കി മാറ്റി. ഗലാത്യ ലേഖനത്തിലൂടെ സുവിശേഷ ഘോഷണത്തിൽ നാം 4 കാര്യങ്ങൾ ചെയ്യണമെന്ന് പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കണം, കണ്ണുനീരോടെ വിതയ്ക്കണം, ആർപ്പോടെ കൊയ്യണം, വിത്ത് ചുമക്കുന്നതിലും കറ്റ ചുമക്കുന്നതിലും അന്യോന്യം ഭാരങ്ങൾ പങ്കുവയ്ക്കണം. ഒരുവൻ തൻ്റെ നിലത്തിൽ വിത്ത് വിതയ്ക്കണമെങ്കിൽ ആദ്യം വിത്ത് വെള്ളത്തിൽ കുതിർത്ത് കിളിർപ്പിക്കണം. അത് വയലിലേക്ക് സ്വയമോ മറ്റൊരാൾ വഴിയോ ചുമന്നുകൊണ്ടു പോകണം. പരസഹായം കൂടാതെ ഇക്കാര്യങ്ങൾ എല്ലാം നടക്കേയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് അന്യോന്യം ഭാരങ്ങൾ ചുമക്കണമെന്ന്. കിളിർപ്പിച്ചത് ഒരുക്കിയ സ്ഥലത്ത് വിതയ്ക്കുന്നു. വളർന്ന് വരുമ്പോൾ കളയിൽ നിന്ന് ഉടമസ്ഥൻ അവയെ രക്ഷിക്കുന്നു. അവസാനം കൊയ്ത്താകുമ്പോൾ കറ്റകൾ ചുമക്കുവാൻ അന്യോന്യം സഹകരണം ആവശ്യമാണ്. കൊയ്തെടുത്ത കറ്റയുമായി ഉടമസ്ഥൻ്റെ വീട്ടിലേക്ക് ആർപ്പോടെ വരുന്ന സന്ദർഭം എത്രയോ ആനന്ദദായകമാണ്. സുവിശേഷ ഘോഷണത്തിൽ കർത്താവ് ഇതേ കാര്യമാണ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഗദരദേശത്തിലെ ലെഗ്യോൻ ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കേണ്ടതിന് കർത്താവ് പടകിൽ കയറി അക്കരെ പോകുന്നതായി നാം വായിക്കുന്നു. ഒരു കണ്ണിനും ദയയില്ലാതെ കല്ലറകളിൽ പാർത്തുകൊണ്ട് രാവും പകലും അലറിക്കരഞ്ഞു നടന്ന ഈ ഭൂതഗ്രസ്തനെ വിടുവിച്ച ശേഷം അവനിലുള്ള പിശാചുക്കളെ അവിടെ മേഞ്ഞുകൊണ്ടിരുന്ന പന്നിക്കൂട്ടത്തിലേക്ക് അയച്ചു. സുബോധം വന്ന മനുഷ്യൻ വസ്ത്രം ധരിച്ച് കർത്താവിനടുക്കൽ ഇരിക്കുന്നത് കണ്ട് ജനങ്ങൾ ഭയപ്പെട്ടു. തങ്ങളുടെ പന്നികൾ നഷ്ടപ്പെട്ടു പോയതിനാൽ യേശു അവിടം വിട്ടു പോകണമെന്ന് അവർ നിർബന്ധിച്ചു. യേശുവിനേക്കാളും ഇന്ന് ജനങ്ങൾക്ക് പന്നികളെയാണ് ആവശ്യമായിരിക്കുന്നത്. യേശു തിരികെ അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിതനായപ്പോൾ സുബോധം വന്ന മനുഷ്യനും യേശുവിനൊപ്പം വരുവാൻ തയ്യാറായി. എന്നാൽ യേശു അതിന് അവനെ അനുവദിക്കാതെ അവനോട്, നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്ക എന്ന് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഗദരദേശത്തെക്കുറിച്ച് നാം അറിയേണ്ടത് അത്യാവശ്യമായിരുന്നു. പഴയ നിയമത്തിൽ ഗദരദേശത്തെ ഗിലയാദ് എന്ന് പറയുന്നു. യോർദാൻ്റെ കിഴക്ക് വശത്തായിട്ടാണ് ഇതിൻ്റെ സ്ഥാനം. ഗിലയാദിൽ വസിച്ചിരുന്നവർ മിദ്യാന്യരായിരുന്നു. ബിലയാമിൻ്റെ ഉപദേശത്താൽ ഇസ്രയേൽ മക്കൾക്ക് ദ്രോഹം ചെയ്തവരാണിവർ. തന്നിമിത്തം മോശയുടെ നേതൃത്വത്തിൽ അവരെ നശിപ്പിക്കുവാൻ യഹോവ കൽപ്പന കൊടുത്തു. അങ്ങനെ മിദ്യാന്യരെ തോൽപ്പിച്ച് വളരെയധികം കൊള്ള ഇസ്രയേലിയർക്ക് ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. കൊള്ളവസ്തുക്കളായ സ്വർണ്ണാഭരണങ്ങൾ, മാല, മോതിരം, കൈവള, കുണുക്ക് എന്നിവയ്ക്ക് ഇന്നത്തെ കോടാനുകോടി $, വിലമതിക്കുമായിരുന്നു. കന്യകമാരായ 30,000 സ്ത്രീകളെയും അവർക്ക് ലഭിച്ചു. ഗിലയാദ് പ്രദേശം ആടുമാടുകൾക്ക് കൊള്ളാവുന്ന ദേശവുമായിരുന്നു. അങ്ങനെ പൊന്നും പെണ്ണും മണ്ണും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇസ്രയേലിലെ 12 ഗോത്രങ്ങളിൽപ്പെട്ട രൂബേന്യരും ഗാദ്യരും മനശ്ശെ ഗോത്രത്തിൻ്റെ പകുതിയും ചേർന്ന് മോശയോട് യോർദാനക്കരെ തങ്ങളെ കൊണ്ടുപോകരുതേ എന്ന് അപേക്ഷിച്ചു. അക്കരയ്ക്ക് പോകുവാൻ അവരെ വളരെയധികം മോശ നിർബന്ധിച്ചു. എങ്കിലും അവർ സമ്മതിച്ചില്ല. അവസാനം മോശ കോപിച്ചു അവരോട്, നിങ്ങളുടെ പാപം നിങ്ങളെ കണ്ടെത്തുമെന്ന് പറഞ്ഞ് അവർക്ക് ഗിലയാദ് അവകാശമാക്കി കൊടുത്തു. സംഖ്യാപുസ്തകം 31,
32 അധ്യായങ്ങളിൽ മേൽപ്പറഞ്ഞത് പ്രസ്താവിച്ചിരിക്കുന്നു. ഈ 2.5 ഗോത്രം പിന്നീട് വിഗ്രഹാരാധന ആരംഭിക്കുകയും ദൈവത്തെ കോപിപ്പിക്കുകയും ചെയ്തതിനാൽ അശൂർ രാജാവ് വന്ന് അവരെ മുഴുവനായി തൂത്തുവാരി അസീറിയയിലേക്ക് കൊണ്ടുപോയി. 1 ദിനവൃത്താന്തം 5-ാം അധ്യായം 25-26 വാക്യങ്ങൾ. ഇസ്രയേലിൽ വിഗ്രഹാരാധന തുടങ്ങുവാൻ കാരണമായത് ഈ 2.5 ഗോത്രമാണ്. അസീറിയയിലേക്ക് പോയവരുടെ ഒരു ശേഷിപ്പ് മാത്രമേ പിന്നീട് ഗിലെയാദിൽ ഉണ്ടായിരുന്നുള്ളൂ. പിൽക്കാലത്ത് ഇത് ഗദരദേശമായി മാറുകയും അതിലെ നിവാസികൾ ഭൂതബാധിതരാകുകയും ചെയ്തു. അങ്ങനെ ദൈവത്താൽ കൈവിടപ്പെട്ട ഗദരദേശത്ത് നിന്ന് യോർദാനക്കരെ പോകുവാൻ നൂറ്റാണ്ടുകൾക്ക് ശേഷം ആഗ്രഹിച്ച ഏക വ്യക്തി ഭൂതങ്ങൾ വിട്ടുപോയ സുബോധം വന്ന ഈ മനുഷ്യനായിരുന്നു. എന്നാൽ യേശു അവനോട് പറഞ്ഞതനുസരിച്ച് അവൻ ഗദരദേശം മുതൽ ഇന്നത്തെ ഇറാഖ് വരെയുള്ള 10 പട്ടണങ്ങളിൽ, അതായത് ദക്കപ്പൊലി നാടെങ്ങും യേശുവിനെ ഘോഷിക്കുകയും ചെയ്തു. യേശു വീണ്ടും മടങ്ങി ഗദരദേശത്ത് വന്നപ്പോൾ സുബോധം വന്ന മനുഷ്യൻ്റെ കയ്യിലിരുന്ന കറ്റകൾ, അഥവാ 10 പട്ടണങ്ങളിലെ രക്ഷിക്കപ്പെട്ട ജനം കർത്താവിനെ എതിരേൽപ്പാൻ അണിനിരന്നു. കണ്ണുനീരോടെ അവൻ സുവിശേഷം വിതയ്ക്കുകയും യേശു തിരികെ വന്നപ്പോൾ ആർപ്പോടെ കറ്റകൾ അവൻ്റെ മുമ്പിൽ നിരത്തുകയും ചെയ്തു. സ്വർലോകമാകുന്ന അക്കരയിൽ നിന്ന് ഭൂമിയാകുന്ന ഇക്കരെ വന്ന് ശത്രുക്കളായിരുന്ന പാപികളായിരുന്ന പിശാചിൻ്റെ അടിമത്തത്തിലായിരുന്ന നമ്മെ തൻ്റെ ശരീരയാഗത്താൽ വീണ്ടെടുപ്പ് സുവിശേഷമാകുന്ന വിത്തുകൾ വിതയ്ക്കുവാൻ ഇവിടെ ആക്കി വച്ചിരിക്കുന്നു. കർത്താവ് മടങ്ങി വരുമ്പോൾ വിതച്ചു കൊയ്തെടുത്ത കറ്റകളുമായി അവൻ്റെ മുമ്പിൽ നിൽക്കുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വവും അതുതന്നെയാണ്. പ്രിയ സ്നേഹിത, സുവിശേഷത്തിനു വേണ്ടി പോരാടി ആത്മാക്കളാകുന്ന കറ്റകളുമായി അവൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നീ തയ്യാറാകുമോ? ഇന്ന് പാരിൽ കണ്ണുനീരിൽ നിൻ വചനം വിതയ്ക്കും ഞാൻ, അന്ന് നേരിൽ നിന്നരികിൽ വന്നു കതിരുകൾ കാണും ഞാൻ. ഇന്നത്തെ ഓഡിയോ ബുക്ക് ICPF ആന്തത്തോടുകൂടി അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ.